അത്യാവശ്യം പേപ്പർ ഉണ്ട്. നമുക്ക് ഇപ്പം ഡ്രൈവിംഗ് പഠിക്കാനും ഈ ലേഡീസ് യൂസിന് ഇപ്പം ഡ്രൈവിംഗ് പഠിക്കാനും ഹെൽപ്ഫുൾ ആണ് ഈ വണ്ടി. മൈലേജ് പിന്നെന്താ, നമുക്ക് 18+ എന്തായാലും മൈലേജ് വരും. ലോ കിലോമീറ്റർ 24 സംതിങ് ഓടിയതല്ലോ വണ്ടി. 24,000. വളരെ കുറഞ്ഞ കിലോമീറ്റർ ആണ്. ഏകദേശം 6 വർഷത്തോളമായി. നല്ലൊരു പ്രീമിയം വണ്ടിയാണ്. പ്രീമിയം ഹാഷ്ബാക്ക് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 2 years വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2 year വാറണ്ടി. ഏറ്റവും ടോപ്പ് വാഹനമാണ്. ഒന്നും ചെയ്യാനില്ല. 5 star സേഫ്റ്റി റേറ്റിംഗ് കൊണ്ട് ഡ്രൈവിംഗ് കംഫർട്ടും എല്ലാം ഉള്ളൊരു അടിപൊളി വാഹനം അല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഒരു കാറ് നമ്മുടെ എല്ലാം ഒരു സ്വപ്നമാണ്. ഞാൻ തന്നെ പലരോടും കാറ് ചോദിക്കാൻ മടിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു. നമുക്ക് എന്തൊക്കെ അത്യാവശ്യത്തിനൊക്കെ പോകാനുണ്ടെങ്കിൽ പലയിടത്തും നമ്മുടെ സുഹൃത്തുക്കളടുത്തോ അല്ലെങ്കിൽ ബന്ധുക്കളടുത്തോ കാറ് ചോദിക്കാൻ നമുക്ക് പലർക്കും ഒരു മടി കാണുമല്ലേ. അങ്ങനെ അന്ന് നമ്മുടെ കയ്യിൽ കാറ് വാങ്ങാൻ പൈസ ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ ചിലപ്പോൾ പുതിയൊരു കാർ എടുക്കാനോ അങ്ങനെയൊന്നും പൈസ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാർ നോക്കിയാൽ എന്താ അല്ലേ. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് കാറുകൾക്ക് നമുക്ക് പുതിയ കാറിനേക്കാൾ വില കുറച്ച് കിട്ടുന്ന ഒരുപാട് സെക്കൻഡ് ഹാൻഡ് കാറുകൾ നമുക്ക് ലഭ്യമായിട്ട്, അതും ലോൺ സൗകര്യത്തിൽ ലഭിക്കുന്ന കാറുകളുണ്ട്. ഈ ആ സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ടത് വെച്ചാൽ അതിന് പണി വരുമെന്നുള്ളതാണ്. നമ്മളൊരു കാർ എടുത്തിട്ട് നമ്മൾ കുടുങ്ങാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അതിന് പണി വരാതെ നമുക്ക് മാക്സിമം അത് യൂസ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മളൊരു കാർ എടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ഇപ്പം മഴക്കാലമൊക്കെ വന്നു, നമുക്കൊരു കാറുണ്ടെങ്കിൽ എല്ലായിടത്തും ഫാമിലിയായിട്ടൊക്കെ ഒന്നിച്ചൊക്കെ പോകാനൊക്കെ പറ്റും അല്ലേ. അപ്പോൾ ഒരു കാറ് എന്ന സ്വപ്നം നിങ്ങൾക്ക് ധൈര്യമായിട്ട് സഫലീകരിക്കാൻ പറ്റിയ ഒരു ഷോറൂമിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. കോഴിക്കോട് കാർ സോണിലാണ് ഉള്ളത്. വെസ്റ്റയിൽ അത്താണിക്കലാണ് ലൊക്കേഷൻ വരുന്നത്. ഇവിടുത്തെ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ അർജുനെ സ്വാഗതം ചെയ്യാം. ഹലോ അർജുൻ. ഹായ് സുഖല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കൂടെ അർജുനായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയുടെ? മോശമില്ലാത്ത നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ വന്ന ഗൾഫ് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നല്ല എൻക്വയറി കാര്യങ്ങൾ. ഓക്കെ, എല്ലാം ഉണ്ടായിരുന്നു. ആകെയുള്ളൊരു ഡിഫോൾട്ട് പറഞ്ഞത് കാറുകൾ കുറച്ച് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. അത് ഞാൻ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലോ. സ്റ്റോക്ക് കുറച്ചേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, കഴിഞ്ഞ ഓഫേഴ്സ് മൺസൂൺ ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഇപ്പോൾ. സെയിം 2 years വാറണ്ടി, പിന്നെ പോളിസി കാര്യങ്ങൾ സെയിം 2 year വാറണ്ടി, 1 year RSA എപ്പോഴും ഉണ്ടാവും. മൺസൂൺ ഓഫേഴ്സ്, ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടല്ലേ. നമ്മുടെ റൈഡിങ് സൈക്കിൾ, പിന്നെ വാച്ച്, സ്മാർട്ട് വാച്ച്, സിം ഇടുന്ന സ്മാർട്ട് വാച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ പിന്നെ ലേഡീസ് യൂസ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന റോബോട്ടിക് ക്ലീനർ ഉണ്ട്. ഓക്കെ, അതന്നെ സെയിം. മഴ പോയില്ലല്ലോ, ഏത് വണ്ടി എടുത്താലും. ഓക്കെ, പിന്നെ അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതിനായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മൾ സ്റ്റോറിൽ വന്നാൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. അതേപോലെ തന്നെ ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികളോ അല്ലെങ്കിൽ കൂടുതൽ വേറെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാർ വിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേരാ കാസ് ഞങ്ങളുടെ പുതിയ ആപ്ലിക്കേഷനാണ്. അതിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കാർ വിൽക്കാനുണ്ടെങ്കിൽ ഇതിൽ കോൺടാക്ട് ചെയ്യാം. ഇവരുടെ വാഹനം വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ പോകാം. നമുക്ക് ആദ്യ വാഹനം തുടങ്ങാം. KL 39 രജിസ്ട്രേഷനുള്ള ഷെവർലയുടെ യുവയാണ്. ഈ സൈസ് ഇവിടെ കാണാത്തതാണ്. നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാ. നമുക്ക് വാറണ്ടി കാര്യങ്ങളൊന്നും വരില്ല. 2007 മോഡലാണ്. ഓക്കെ, ലോ ബഡ്ജറ്റ്. പേപ്പർ എന്താ അവസ്ഥ? 2027 വരെ പേപ്പർ, സെപ്റ്റംബർ 27 വരെ പേപ്പർ ഉണ്ട്. പിന്നെ ജിതേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം ആർക്കും വണ്ടികൾ ചോദിക്കാനുള്ള മടികൾ കാര്യങ്ങൾ ഉണ്ടാവില്ല. ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികൾ ഈ ലോ ബഡ്ജറ്റ് വണ്ടികൾക്ക് പിന്നെ എടുക്കാൻ തുടങ്ങിയത്. ഇപ്പം മഴക്കാലാണ്, എല്ലാവർക്കും ചോദിക്കാൻ, ഇതേപോലെ ജിതേട്ടൻ പറഞ്ഞ പോലെ ചോദിക്കാനുള്ള മടികൾ കാര്യങ്ങളുണ്ടാവും. ഇപ്പം ഞാനായാലും എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കാൻ ഇപ്പം ചോദിക്കാൻ പറ്റില്ലല്ലോ, അവർക്കും ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ആ ഒരു ചെറിയൊരു ഫാമിലി യൂസിന് എല്ലാവരും ജിതേട്ടനെ പോലെ ആവണമെന്നില്ല. അപ്പം മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഇപ്പോൾ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ആയാലും അതിന് ആൾക്കാരുണ്ടാവും. അതല്ല, അപ്പം ചെറിയൊരു ഫാമിലി ബഡ്ജറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ചേഞ്ചിന് വരുന്ന വണ്ടികൾ കൊടുക്കാൻ തുടങ്ങി. ഇതേതാ മോഡൽ? 2007 മോഡൽ. സോറി, 22 പേപ്പർ എടുത്ത് 27 വരെ പേപ്പർ ഉള്ള ഫംഗ്ഷൻ എല്ലാം വർക്കിംഗ് ആണോ? ഫംഗ്ഷൻ ഒക്കെ എന്തൊക്കെയുണ്ട്? പിന്നെ സ്റ്റിയറിംഗിന് പവർ വിൻഡോസ് ഉണ്ട്, പിന്നെ പവർ സ്റ്റിയറിംഗ്സ് കാര്യങ്ങളൊക്കെ, AC ഒക്കെ വർക്കിംഗ് ആണ്, സ്റ്റീരിയോ കാര്യങ്ങളും ഉണ്ട്. ചെക്ക് ആയിട്ടല്ലേ എടുത്തിട്ടുണ്ടാവുക? വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ പിന്നെ ആക്സിഡീസ് കണ്ടീഷനിലാണ് കൊടുക്കുന്നത്. ആക്സിഡീസ് കണ്ടീഷൻ, വേറെ വാറണ്ടി കാര്യങ്ങളൊന്നും ഇൻക്ലൂഡഡ് അല്ല, ഒന്നും വരുന്നില്ല. എക്സ്ചേഞ്ചിൽ വന്ന വണ്ടിയാണ്. പെട്രോൾ ഒരു 11 to 14 ആ റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും മതി മാക്സിമം.
നിലവിൽ കണ്ടീഷനല്ലോ വർക്കിംഗ് കണ്ടീഷനല്ലോ, വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം പേപ്പർ ഉണ്ട്. നമുക്ക് ഇപ്പം ഡ്രൈവിംഗ് പഠിക്കാനും ഈ ലേഡീസ് യൂസിന് ഇപ്പം ഡ്രൈവിംഗ് പഠിക്കാനും ഹെൽപ്ഫുൾ ആണ് ഈ വണ്ടി. ഷെവർലെ ആണ്, സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്, കിട്ടുന്നുണ്ട്. കമ്പനിയല്ല, പക്ഷെ പുറത്തുനിന്ന് സർവീസും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്, പാർട്സൊക്കെ കിട്ടുന്നുണ്ട്. പാർട്സൊക്കെ നമുക്ക് ഓർഡർ ചെയ്താൽ കിട്ടാനുള്ള വകുപ്പുണ്ട്. ഓക്കെ, പ്രൈസിങ് എങ്ങനെ ഇപ്പോൾ? ഇത് നമുക്ക് 80,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരും. 80,000 2027 വരെ പേപ്പറുള്ള ഷെവർലെ യുവയാണ് ആസ്കിംഗ് പ്രൈസ് ആണ്. കുറച്ച് കൊടുക്കാം, ലൈറ്റ്ലി നെഗോഷ്യബിൾ, ലൈറ്റ്ലി ഒരു നെഗോഷ്യബിൾ കാര്യങ്ങളുണ്ട്. ഓക്കെ എന്തായാലും വേറെ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു വണ്ടി. ഓക്കെ, അടുത്ത വാഹനം i10 ഗ്രാൻഡ് ആണ്. KL 18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വരുന്ന i10 ഗ്രാൻഡ് ഹ്യുണ്ടായുടെ. ഇത് ഡീസലാണല്ലേ? ഡീസൽ വരും. ഓക്കെ, ഡീസൽ വണ്ടിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല, സിറ്റിയിലൊക്കെ യൂസ് ചെയ്യാനും മൈലേജ്. പിന്നെന്താ, നമുക്ക് 18+ എന്തായാലും മൈലേജ് വരും. പിന്നെ 2013 മോഡലാണ്, സ്പോർട്സ് ആണ് വേരിയന്റ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ പുതിയ കണ്ടീഷനിലാണ് ഇതുള്ളത്. പിന്നെ മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിനാകുമ്പോൾ നമുക്ക് വാറണ്ടി വരുന്നത്, നമുക്ക് ഒരു 15-ന് ശേഷമാണ് 1 ഇയർ വാറണ്ടിയും 18-ന് ശേഷം 2 ഇയേഴ്സ് വാറണ്ടിയും വരും. 7 ഇയേഴ്സ് ബാക്കും പിന്നെ 10 ഇയേഴ്സ് ബാക്കും. ഓക്കെ, അതാണ് നമ്മളെ പ്രൊസീജിയർ. ഇപ്പം 2 ഇയർ വാറണ്ടി എന്ന് പറഞ്ഞാൽ കോംപ്രഹെൻസീവ് വാറണ്ടിയാണ്. പല കോമ്പണൻസിനും കിട്ടുന്നുണ്ട് വാറണ്ടി. വെറും എഞ്ചിനും ഗിയർ ബോക്സിനും മാത്രമല്ല, പല പാർട്സിനും കിട്ടുന്നുണ്ട്. ഇലക്ട്രിക് ഐറ്റംസ് 2 ഇയറിൽ 1 ഇയർ വാറണ്ടി. അതിനകത്ത് 1 ഇയർ എന്ന് പറയുന്നത് ഫുൾ കോംപ്രഹെൻസീവ് വാറണ്ടിയാണ്. ഓക്കെ, ഏതാ ഓപ്ഷൻ വരുന്നതിൽ? ഇത് സ്പോർട്സ് ആണ് വരുന്നത്, മിഡിൽ ഓപ്ഷൻ. സ്പോർട്സ് ഏതാ മോഡൽ? 13. ഓക്കെ, ഡീസൽ വേരിയന്റ് ആണ്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളുണ്ടാവും. ഒരു സിറ്റി ഡ്രൈവ് ഒക്കെ ആപ്റ്റായിട്ട് ഒരു ബിസിനസ്സുകാരൻ ഡെയിലി ഷോപ്പിലേക്ക് കാര്യങ്ങളൊക്കെ പോയിട്ട് വരുന്നത് ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. മൈലേജ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന വാഹനമാണ്. ഓപ്ഷൻസ് എല്ലാം ഉണ്ടാവും. മിറർ അഡ്ജസ്റ്റ്മെൻ്റ് അടക്കം വരും. ബാക്കി ബേസിക് വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവും. എയർ ബാഗ് സിംഗിൾ വരുന്നുണ്ട് ഇതിൽ? സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ടല്ല. ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? വേറെ ക്ലെയിം കാര്യം. ഓട്ടോ എത്ര പോയി? ഇത് 80 സെക്കൻഡ് ഓണറാണ് കേട്ടോ വരുന്നത്. 80,000 ഓടിയിട്ടുണ്ട്. 2013 സ്പോർട്സ് ഡീസൽ i10 ഗ്രാൻഡ് ആണ്. നല്ല പവറും ഉണ്ടാവും. ഞാൻ ഇത് ഡൽഹിയിൽ നിന്ന് ഇതേപോലെ ഒരു ഡീസൽ വണ്ടി ഓടിച്ചു കൊണ്ടുവന്നത്. ഡൽഹിയിൽ നിന്ന് അടിപൊളിയാണ്, ഒരു പ്രശ്നമില്ല. പറഞ്ഞോളൂ. അതാകുമ്പോൾ നമുക്ക് 3.10 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 3,10,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ലൈറ്റ്ലി ഒരു നെഗോഷ്യബിൾ കാര്യങ്ങളുണ്ട്. 3.10 2013 സ്പോർട്സ് ഓപ്ഷൻ ഫുള്ളിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. ഡീസൽ i10 ഗ്രാൻഡ് സ്വന്തമാക്കാം. ലോൺ എത്ര കയറും? ലോണ് നമുക്ക് പ്രൊഫൈൽ പോലെ ഓക്കെ, മാക്സിമം ഒരു 80 to 85 മാക്സിമം കയറും. 2013 ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. ഓക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഒരു റിഡ്സ് ആണ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷനുള്ള മാരുതി സുസുക്കിയുടെ റിഡ്സ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇതാകുമ്പോൾ നമുക്ക് 2009 വരുന്നത്. 9 മോഡലല്ല? സെപ്റ്റംബർ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വർഷം സെപ്റ്റംബർ വരെ. പിന്നെ നമുക്ക് ആസ്റ്റീസ് കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. റീപ്ലേസ് അല്ല, എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. എക്സ്ചേഞ്ച് ഓക്കെ. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആസ്റ്റീസ് കണ്ടീഷൻ നോർമൽ ടൈപ്പ് എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളിൽ അറിയാലോ, നോർമൽ ടൈപ്പ് ആസ്റ്റീസ് കണ്ടീഷനാണ്. ഇതേതാ വേരിയന്റ് വരുന്നത്? LDI ഓപ്ഷനാണ് വരുന്നത്. LDI ബേസ് ഓപ്ഷൻ ഡീസലാണ്. ഡീസൽ വണ്ടി അല്ല? ഡീസൽ. ഓക്കെ, ഞാൻ പെട്രോളാണ് ചോദിച്ചത്, സോറി. ഓക്കെ, അപ്പോൾ ഒരു ഡീസൽ റിഡ്സ് ആണ്. നല്ല മൈലേജ് ഉണ്ടാവും. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 18 അബവ് മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. ടയേഴ്സ് ഒക്കെ ഉണ്ട്. ഫ്രണ്ടിൽ നല്ല അടിപൊളി പുതിയ ടയേഴ്സാണ്. നാലും എപ്പോഴും നല്ല ടയറാണ്. പുതിയ ടയേഴ്സ് തന്നെയാണ്. ഓക്കെ, നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടി കാണാൻ വലിയ കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. പിന്നെ ഓട്ടോ എത്ര പോയി ഡീസൽ? 1,24,000. 1,24,000 അല്ലേ? ആ ഒരു മോഡലിൻ്റെ പഴക്കമുണ്ട്. ഓട്ടോ പോയിട്ടുണ്ട്. എഞ്ചിൻ വൈസ് ഒക്കെ സൗണ്ടോ കാര്യങ്ങളോ അങ്ങനത്തെ വേറെ ഇഷ്യൂസോ ഒന്നുമില്ല. ഈ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? എക്സ്ചേഞ്ചിൽ വന്ന വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഡീസൽ വാഹനം റിഡ്സ് എത്ര കൊടുക്കാൻ പറ്റും? ഇതാകുമ്പോൾ നമുക്ക് 1,35,000 കൊടുക്കാം. ലാസ്റ്റ് ഫൈനൽ റേറ്റ് 1,35,000 രൂപയ്ക്ക് ഒരു ഡീസൽ റിഡ്സ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി. നിങ്ങൾക്ക് ഒന്ന് പേപ്പർ എടുക്കുകയാണെങ്കിൽ ഒരു 10,000 രൂപ ഒരു ചാർജ് ഉണ്ടാവില്ല ഏകദേശം പേപ്പർ എടുക്കുകയാണെങ്കിൽ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാറണ്ടി കാര്യങ്ങളൊന്നുമില്ല. എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത കിഡ് വന്നു. KL 2 കൊല്ലം രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് 1000 cc ആണോ 800 ആണോ? പിന്നെ 1000 cc. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇതാകുമ്പോൾ നമുക്ക് 2018 വണ്ടിയാണ്. 2018 സിംഗിൾ ഓണറാണ് വരുന്നത്. ലോ കിലോമീറ്റർ. എത്ര? 24 സംതിങ് ഓടിയതല്ല വണ്ടി. 24,000. വളരെ കുറഞ്ഞ കിലോമീറ്റർ ആണ്. ഏകദേശം 6 വർഷത്തോളമായി. വളരെ ലോ കിലോമീറ്റർ ഓടിയ. ഏതാ ഓപ്ഷൻ വരുന്നത്? പിന്നെ RXT ആണ് വരുന്നത്. T ഫുൾ ഓപ്ഷൻ ആണ്. 2018 ഫുൾ ഓപ്ഷൻ വരുന്ന 1000 cc ക്വിഡാണ്. വെറും 24,000 കിലോമീറ്റർ ഓടിയ വാഹനം. ഒരു 18-20 റേഞ്ച് എന്തായാലും മൈലേജ് കിട്ടും.
ക്ലെയിമോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിന് 2 ഇയർ വാറണ്ടി 2 ഇയർ വാറണ്ടി വരുന്നത്. 2 ഇയർ വാറണ്ടി ഗിയർ ബോക്സ് ബാക്കിയുള്ള മേജർ 1 ഇയർ കോംപ്രഹെൻസീവ് വാറണ്ടിയാണ്. ഒരു ഇതുപോലെ എല്ലാ പാർട്സിനും കിട്ടുന്നതാണ് 1 ഇയറിലേക്ക്. ഫാമിലി യൂസ് ആയതുകൊണ്ട് അധികം റഫ് അല്ല, സ്ക്രാച്ച് കാര്യങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടല്ലേ. പിന്നെ ഇന്റീരിയർ ഭാഗത്തൊക്കെ വരുന്ന ടൈം നല്ല നീറ്റായിട്ടാണ് യൂസ് ചെയ്തത്. ടയേഴ്സ് 24,000 ഓടിയതിൻ്റെ അവർ ബാക്കി അങ്ങനെ തന്നെ ഉണ്ട്, വലിയ റഫ് ഓട്ടൊന്നും പോയിട്ടില്ല. എത്രയും ഇതിന് നമുക്ക് 3.10 ആസ്കിങ്. 3,10,000 2018 വെറും 24,000 കിലോമീറ്റർ ഓടിയ RXT ഫുൾ ഓപ്ഷൻ ക്വിഡ് 1000cc വാഹനം കൊണ്ടുപോകാം. ലോൺ ഒരു 2-2.5 കയറും. നല്ല പ്രൊഫൈൽ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും 85 to 90 വരെ എന്തായാലും. ഓക്കെ, വീണ്ടും ഒരു ചെറിയ വാഹനമാണ്. ഡാറ്റ്സൺ റെഡിഗോ KL 30 രജിസ്ട്രേഷനുള്ള റെഡിഗോ ഓട്ടോമാറ്റിക് വാഹനമാണിത്. എങ്ങനെ ഡീറ്റെയിൽ? ഇതാകുമ്പോൾ നമുക്ക് 2017-18 രജിസ്ട്രേഷൻ. ഓക്കെ, പിന്നെ ഓട്ടോമാറ്റിക് ആണ്, AMT ആണ്. AMT ഗിയർ ബോക്സ് ആണ് വരും, 1000cc എഞ്ചിനും വരും. സിംഗിൾ എയർ ബാഗ്, ഇൻബിൽട്ട് സ്റ്റീരിയോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ടിൽ പവർ വിൻഡോസ് കാര്യങ്ങളുണ്ട്, ബാക്കിൽ നോർമൽ. ഓക്കെ, നോർമൽ പവർ വിൻഡോ വരുന്നില്ല ബാക്കിൽ. അത്ര തന്നെയാണ് ടോപ്പ് ഓപ്ഷൻ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു ലേഡീസ് യൂസ് ആയിട്ട് നമുക്ക് സിറ്റിയിലൊക്കെ ഡ്രൈവ് ചെയ്യാനോ എവിടെയും കൊണ്ട് പാർക്ക് ചെയ്യാം. മീൻസ് നമുക്ക് ചെറിയൊരു സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാം. പിന്നെ കൺജസ്റ്റഡ് ആയിരിക്കില്ല, സിറ്റി ട്രാഫിക്കിൽ കാല് കഴിക്കില്ല, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമില്ല. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ടല്ലോ, കുഴപ്പമില്ലാത്ത ടയേഴ്സ് കാര്യങ്ങൾ അങ്ങനെ മേജർ ആയിട്ടുള്ള വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ. ഒരു ക്ലെയിം ഓട്ടോ എത്ര പോയി? ഇത് നമുക്ക് ഏകദേശം ഒരു 42 സംതിങ് ഓടിയിട്ടുണ്ട്. 42,000, 17 മോഡൽ, 18 രജിസ്ട്രേഷൻ, സിംഗിൾ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന നല്ലൊരു വാഹനം. AMT ആയതുകൊണ്ട് തന്നെ വലിയൊരു മൈലേജ് ഷോട്ട് വരില്ല. പിന്നെ ഒരു 17-19 കിട്ടും. 1 ലിറ്റർ. ഓക്കെ, എത്ര ഇപ്പോൾ നമുക്ക് 3.25 വരും. 3,25,000 ചോദ്യം. ഓക്കെ, നെഗോഷ്യബിൾ ആയിരിക്കും. ഓക്കെ, ഒരു 2.25 ലോൺ കിട്ടോ? 2.25 വരെ? 18 നമുക്ക് ഏകദേശം എന്തായാലും കിട്ടും. 19,000 കണ്ടാൽ ഇറക്കാം അല്ലേ? ഒരു ഓട്ടോമാറ്റിക് വാഹനം കൊണ്ടുപോകും 50,000 കണ്ടാൽ. ചെറിയ ബഡ്ജറ്റുകളിൽ, അതായത് ചെറിയ വിലക്ക് കിട്ടാവുന്ന വണ്ടികളാണ് മാക്സിമം കാണിക്കുന്നത് അല്ലേ ഇന്നത്തെ. ഓക്കെ, അടുത്ത വീണ്ടും ഒരു i10 ഗ്രാൻഡ് വന്നിരിക്കുകയാണ്. KL 2 കൊല്ലം രജിസ്ട്രേഷനുള്ള വാഹനം. പറഞ്ഞോളൂ. മാഗ്നയാണ് ഓപ്ഷൻ വരുന്നത്, 2014 ഓപ്ഷൻ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ അല്ലേ? പിന്നെ അഡീഷണൽ ആയിട്ട് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. 2014. 14. ഓക്കെ, 14 മാഗ്ന. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 14 വാറണ്ടി കിട്ടോ? ഇല്ല, 14 വാറണ്ടി വരുന്നത്. 15 മോഡലിലെ പഴക്കമുണ്ട് അല്ലേ? ഓക്കെ, ഓട്ടോ എത്ര പോയി? ഇതാകുമ്പോൾ നമുക്ക് 59 സംതിങ് ഓടിയിട്ടുണ്ട്. ലോ കിലോമീറ്റർ ആണല്ലോ. ഓക്കെ, എന്നാൽ നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്തല്ലേ? വേറെ ഇതൊന്നുമില്ല. ഇപ്പോൾ എത്ര കൊടുക്കാം? നമുക്ക് ഏകദേശം ഒരു 3.25 കൊടുക്കും. 3,25,000 രൂപയ്ക്ക് 2014 മാഗ്ന പെട്രോൾ i10 ഗ്രാൻഡ് സ്വന്തമാക്കാം. മൈലേജ് ഏകദേശം ഒരു 12 മുതൽ 15 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ? ടയേഴ്സ് ഫ്രണ്ടിൽ അടിപൊളിയാണ്, പുറകിലെ എവറേജ് ടയേഴ്സ് ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹോണ്ടയുടെ WRV ആണ് അടുത്തത്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വാഹനം. എന്താ പറയുക, ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, പറഞ്ഞോളൂ. എങ്ങനെയാണ്? ഇതാകുമ്പോൾ നമുക്ക് 2017 വേരിയൻ്റാണ് വരുന്നത്. S വേരിയൻറ്റ്. എസ് ആണ്, മിഡ് ഓപ്ഷൻ വേരിയൻ്റ് ആണ് വരിക. 17 ഡീസലോ പെട്രോളോ? പെട്രോൾ വേരിയൻ്റാണ്. ഓക്കെ, ഒരു 12-15 റേഞ്ചിൽ എന്തായാലും മൈലേജ് കിട്ടും. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരിക. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. വലിയ മെയിൻ്റനൻസ് ഉണ്ടാവില്ല, ഹോണ്ട വണ്ടി ആയതുകൊണ്ട് ആ സൈഡിലേക്കൊന്നും പേടിക്കണ്ട. വാറണ്ടി ഇൻക്ലൂഡ് അല്ലേ? ഇൻക്ലൂഡ് ആണ്. 1 ഇയർ വാറണ്ടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. 1 ഇയറാ? 1 ഇയർ വാറണ്ടി. ഓക്കെ, പ്രൈസിങ് എങ്ങനെയാണ് പറഞ്ഞോളൂ. ഇതാകുമ്പോൾ നമുക്ക് 6.15 നെറ്റ് റേറ്റ്. നെറ്റ് റേറ്റ് അല്ലേ? 6,15,000 2000 എത്ര പറഞ്ഞത്? 17. ഓക്കെ, 17 സിംഗിൾ ഓണർഷിപ്പ്, WRV സ്വന്തമാക്കാം. S ഓപ്ഷനാണ് വരുന്നത്, പെട്രോൾ വേരിയൻറ്റ്. ഓട്ടോ എത്ര പോയി? ഇത് നമുക്ക് 80,000 അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. 80,000 അടുപ്പിച്ചിട്ട് ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ. ലോൺ എത്ര കയറും? നമുക്കൊരു 85 to 90 വരെ നല്ല സ്കോറാണ്. 85 to 90 വരെ. ഓക്കെ, ടാറ്റ അൾട്രോസ് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനം. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷനാണ് ഈ വാഹനവും. എങ്ങനെ ഡീറ്റെയിൽ? നമ്മൾ 2021 മോഡൽ, ലോ കിലോമീറ്റർ ഓടി, 23,000 സംതിങ് കിലോമീറ്റർ ഓടിയുള്ളൂ. 1.2 XT ആണ് ഓപ്ഷൻ വരുന്നത്. ഫുള്ളിൻ്റെ താഴെ XZ+, XZ, XT മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്ന വാഹനമാണ്. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഡിഫോഗറോ വൈപ്പറോ ഉണ്ടാവില്ല. ബാക്കിൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ബാക്കിയുള്ള ബേസിക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. നല്ലൊരു പ്രീമിയം വണ്ടിയാണ്, പ്രീമിയം ഹാച്ച് ബാക്ക് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 2 ഇയേഴ്സ് വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2 ഇയർ വാറണ്ടി, 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മൈലേജ് കുറച്ച് കുറവായിരിക്കും, 11 to 15 അകത്തൊക്കെ ആയിട്ട് മൈലേജ് കണ്ടാൽ മതി. ഓക്കെ, പറവൂൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6.70 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 2021 XT വെറും 23,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ,
ഒരു 5-5.25 ലോൺ കിട്ടും. സുഖമായിട്ട് കിട്ടും. നല്ലൊരു പ്രീമിയം കസ്റ്റമേഴ്സിന് എന്തായാലും സുഖമായിട്ട് കിട്ടും. ഓക്കെ, വാറണ്ടി ഉണ്ട്. അണ്ടർ വാറണ്ടിയുള്ള വാഹനമാണ്. അടുത്ത വണ്ടിയിൽ ഇപ്പോൾ ഒരു 7 സീറ്റർ വാഹനം വന്നിരിക്കുകയാണ്. റിനോ ട്രൈബർ ആണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെ ഡീറ്റെയിൽ ആക്കും? ഇതാകുമ്പോൾ നമുക്ക് 2019 ഓപ്ഷൻ. ഓക്കെ, പിന്നെ RX T ആണ് ഓപ്ഷൻ വരുന്നത്. ഫുള്ളിൻ്റെ താഴെ അല്ലേ? ഫുള്ളിൻ്റെ താഴെ. ഓക്കെ, വീൽസ് കാര്യങ്ങളൊന്നും വരില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സ് 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, മാനുവൽ ഗിയർ അല്ലേ? മാനുവൽ ഗിയർ 2019 മോഡൽ. നമുക്ക് വാറന്റി ഒക്കെ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 13-16 റേഞ്ച് മൈലേജ് കിട്ടുമായിരിക്കും അല്ലേ? കിട്ടും. ഓക്കെ, 7 സീറ്റർ വാഹനമാണ്. 1 ലിറ്റർ ആയതുകൊണ്ടാണ് ഒരു മൈലേജ് കിട്ടുന്നത്. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളും വേറെ മേജർ ആയിട്ടുള്ള ക്ലെയിം കാര്യങ്ങളൊന്നും വരില്ല. നീറ്റാണ്. എന്തായാലും ഇന്ത്യൻ എക്സ്റ്റീരിയർ വൈസ് നീറ്റാണ്. ഓക്കെ, സിംഗിൾ ഓണറാണ് വരുന്നത്. ഇപ്പം ചോദിക്കുന്ന പ്രൈസ് 6,10,000. 6,10,000 RXT 2019 ട്രൈബറാണ്. ഓക്കെ, ലോൺ ഒരു 5.5 കിട്ടുമോ? കൂളായിട്ട് ഒരു 10-60,000 കണ്ട ഒരു 7 സീറ്റർ ഉണ്ടോ? 7 സീറ്റർ ഉണ്ടോ? ഫാമിലി യൂസ് ആയിട്ടും മൈലേജ് ഓറിയന്റഡ് ആയിട്ടുള്ള 7 സീറ്റർ. ഓക്കെ, നെക്സോൺ വന്നു. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ളൊരു കോമ്പാക്ട് SUV സെഗ്മെന്റ് വാഹനം. KL 77 രജിസ്ട്രേഷനാണ്. പേരാമ്പ്ര അല്ലേ? പേരാമ്പ്ര രജിസ്ട്രേഷനാണ്. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? ഓട്ടോമാറ്റിക് ആണ് വണ്ടി. AMT മോഡൽ 2021. കിലോമീറ്റർ ആകെ 20 സംതിങ് ഓടിയതേ ഉള്ളൂ. 20 സംതിങ് ഓടിയുള്ളൂ. ഓക്കെ, 21 പെട്രോൾ വരുന്നുണ്ട്. ഓക്കെ, ലോ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. പെട്രോൾ, ഓട്ടോമാറ്റിക്. ഏതോ ഓപ്ഷൻ? XZA+. ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ് XZA+. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല? ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ, ഒരു 11 to 15 ഏകദേശം ഒരു മൈലേജ് ആ ഒരു മൈലേജ് കിട്ടുള്ളൂ. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. ഒന്നും ചെയ്യാനില്ല. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കൊണ്ട് ഡ്രൈവിംഗ് കംഫർട്ടും എല്ലാം ഉള്ളൊരു അടിപൊളി വാഹനം അല്ലേ? നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. എത്രയാണ് പ്രൈസിങ്? ഇതാകുമ്പോൾ നമുക്ക് 10-15 വരും. 10,15,000 2021 മോഡൽ 20,000 കിലോമീറ്റർ ഓടിയ XZA+ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പിൻ്റെ നെക്സോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 9.5 കിട്ടുമല്ലോ? 9 കിട്ടും. അതിൻ്റെ മേലെ കിട്ടും. 9.5 മേലെ കിട്ടും. മാക്സിമം ലോൺ കിട്ടും. കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മൾ ആദ്യം ഒരു ഷെവർലയുടെ വാഹനം കണ്ടിരുന്നു. ഇതാ വീണ്ടും വന്നിരിക്കുകയാണ്. ഷെവർലെ സെയിലാണ്. ഇതൊരു കോമ്പാക്ട് സെഡാൻ വാഹനമാണ്. ഷെവർലെ സെയിൽ. ഇതിൽ ഏറ്റവും അട്രാക്ഷൻ 4 ടയേഴ്സാണ്. ഏറ്റവും പുതിയ ടയേഴ്സാണ് 4 ടയറും അല്ലേ? എങ്ങനെയാണ് കാര്യങ്ങൾ? ഇതാകുമ്പോൾ 2013 മോഡലാണ്. ഓക്കെ, പിന്നെ നമുക്കിപ്പം ഇതാണ് MT ആണ്. പിന്നെ അഡ്ജസ്റ്റബിൾ ഉണ്ട്. എന്തൊക്കെ ഓപ്ഷൻ വരുന്നുണ്ട് വണ്ടിയിൽ? മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓട്ടോ കൺട്രോൾ ആയിട്ട് മിറർ അഡ്ജസ്റ്റ് ഉണ്ട്. 2 ഡോർ പവർ വിൻഡോ. 2 ഡോർ പവർ വിൻഡോസ് ഉണ്ട്. ഓക്കെ, നോർമൽ ടൈപ്പ് തന്നെയാണ്. റണ്ണിങ് എങ്ങനെ? സ്മൂത്ത് ഓടിച്ചിട്ട് എങ്ങനെ? ഓടിക്കാൻ നല്ല കംഫർട്ടുള്ള വണ്ടിയാണ്. നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളുള്ള വണ്ടിയായതുകൊണ്ട് ഓടിക്കാനും കംഫർട്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് എഞ്ചിൻ സൗണ്ടോ കാര്യങ്ങളോ ഇല്ല. നീറ്റ് ആൻഡ് ക്ലീൻ. പെട്രോൾ ഡീസലോ? പെട്രോൾ വരുന്നു. പെട്രോൾ വാഹനമാണ്. വലിയ പണിയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഒരു 10 to 14 അത്രയും മൈലേജ് ഉണ്ടാവും മതി മാക്സിമം. വേറെ മേജറായിട്ടുള്ള എന്തെങ്കിലും ക്ലെയിം? റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഒന്നുമില്ല അല്ലേ? ഓക്കെ, അപ്പോൾ എത്രയും പാസ് ചെയ്യുന്നത്? ഇതാകുമ്പോൾ 1,90,000 വരും. 1,90,000 രൂപ. 2013 ഒരു കോമ്പാക്ട് സെഡാൻ വാഹനം 1,90,000 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഷെവർലയുടെ ഇപ്പോഴും സർവീസും കാര്യങ്ങളൊക്കെ സർവീസ് സെൻ്റർ എന്ന് വെച്ചാൽ ഓതറൈസ്ഡ് അല്ല, അല്ലാണ്ട് തന്നെ പുറത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നൊക്കെ ഉണ്ട്. ഓർഡർ ചെയ്ത പാർട്സ് കാര്യങ്ങളൊക്കെ കിട്ടും. എല്ലാം കിട്ടും. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലേക്ക് എത്തിക്കാണ് നമ്മൾ. ഹ്യുണ്ടയുടെ i10 ആണ്. പഴയ ഷേപ്പ് i10 ആണ്. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ഓട്ടോമാറ്റിക് വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2011 സ്പോർട്സ് ആണ്. ഫുള്ളിൻ്റെ താഴെ വരുന്ന ഓപ്ഷൻ തൊട്ട് താഴെ. 2011 ഓട്ടോമാറ്റിക് പെട്രോളേ ഉള്ളൂ വണ്ടി. ഓട്ടോമാറ്റിക് എനിക്ക് തോന്നുന്നു മൈലേജ് ഒരു 11 to 14 ആ റേഞ്ചിൽ മാക്സിമം അത്രേ കിട്ടത്തുള്ളൂ. അതിൻ്റെ ഉള്ളിലേ കിട്ടുന്നു. 80 ആണ് ഗിയർ ബോക്സ് വരികയും ചെയ്യാം. ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ടാവും. കയറ്റത്ത് നിർത്തിയാൽ ഇറങ്ങി പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. MT പോലത്തെ. ഓക്കെ, എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളുണ്ടോ? ഡിക്കി ഡോറ് റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് ഇല്ല. ഗ്ലാസ് മാറിയിട്ടില്ല. ഡിക്കി ഡോറ് മാത്രം. വേറെ മേജറായിട്ട് ഒന്നുമില്ല. ഒരു വർഷം സ്കിൻ ഡാമേജ് ആണത്. ഓക്കെ, അതിൽ മാറിയതാവില്ല അതിൻ്റെ മേലെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. കിലോമീറ്റർ എത്രയാ? 79 സംതിങ് ഓടിയിട്ടുണ്ട് മീറ്ററിൽ അല്ല? ഓക്കെ, സ്പോർട്സ് ഓപ്ഷൻ വാഹനം എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2,80,000 ഓട്ടോമാറ്റിക് അല്ല? 2,80,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് സ്പോർട്സ് ഓപ്ഷൻ വരുന്ന i10 നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2011 മോഡൽ. ഓക്കെ, ലോണ് ചാൻസ് ഉണ്ടോ ഇതിൽ? ലോണ് നമുക്ക് ബാങ്ക് കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. ഫിനാൻസോ കാര്യങ്ങൾ നോക്കേണ്ടി വരും. ഓക്കെ, ആ ഒരു മോഡലിലെ വഴക്കം കൊണ്ടാണ്. അത്രയേ ഉള്ളൂ. എന്തായാലും ഇൻസ്പെക്ടഡ് വെഹിക്കിളിൻ്റെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം
ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. തൽക്കാലം നമുക്ക് ഇവിടെ പറയാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ കൊടുക്കുക, ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അതേപോലെ ആദ്യമായിട്ട് ഈ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ട്, നമ്മുടെ ചാനൽ ഇതുവരെയും കാണാത്ത ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊരു കമൻറ്റ് ചെയ്യുക, ഫസ്റ്റ് വ്യൂവർ എന്നോ മറ്റോ. തീർച്ചയായും നിങ്ങളുടെ കമൻസൊക്കെ വായിച്ചിട്ടേ നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുന്നു, മറന്നു പോകണ്ട. ഇങ്ങോട്ടേ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ റൈറ്റ് ടോപ്പ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇവരുടെ കാറിൻ്റെ കൂടുതൽ എൻക്വയറീസിന് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കാറ് വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം മേരാ കാസിലേക്ക്. അതിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ അർജു, അടുത്തൊരു വീഡിയോ കണ്ടല്ലോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.